ഇന്നലെ ഇറങ്ങിയ ഒരു വലിയൊരു ന്യൂസ് ആയിരുന്നു. Insta360 ആന്റി ഗ്രേവിറ്റി എന്ന് പറയുന്ന ഒരു ഡ്രോൺ ഇറക്കിയത്. 249 ഗ്രാം, അതായത് 250 ഗ്രാമിന് മേലെ വരുവാണെങ്കിൽ ലൈസൻസ് വേണം. 249 ഗ്രാം ആയതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു മാർക്കറ്റിംഗ് ആണ് Insta360 പിടിച്ചിരിക്കുന്നത്. സോ ഈ ഡ്രോൺ, അതായത് ആന്റി ഗ്രേവിറ്റി A1 എന്ന് പറയുന്ന ഈ ഒരു മോഡല് പൂർണ്ണമായി Insta360 അല്ല, ഇത് വേറെ കമ്പനികളായിട്ട് ഒന്ന് കയ്യൊപ്പ് ചേർന്ന് ഇറക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഇനിയും ഭയങ്കര അപ്ഡേറ്റ്സ് ഒക്കെ വരാൻ പോകുന്നത്. അതിൽ ഈ ഡ്രോണിന്റെ ഏറ്റവും വലിയ സ്പെക്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ നമ്മുടെ സാധാ ഡ്രോണിനൊക്കെ ഉള്ള ഒരു ജിമ്പൽ പരിപാടിയൊന്നും ഇതിലില്ല. ഇതിൽ മെഗലിലും താഴെയുമായിട്ട് ആണ് അതിൻ്റെ ഒരു ക്യാമറ വരുന്നത്. സോ 360 ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അങ്ങനത്തെ ഒരു ക്യാമറ സിസ്റ്റം വരുന്നുണ്ട്. സോ രണ്ടാമത് ഈ കണ്ടതിലൊരു പ്രത്യേകത തോന്നിയത് ഇത് ലാൻഡിങ് സമയത്തൊക്കെ ഉള്ള ഒരു സേഫും കാര്യങ്ങളൊക്കെയാണ്. മൂന്നാമത് ഇതിൽ വന്നൊരു അപ്ഡേറ്റ്, നമ്മുടെ ഓൾറെഡി ഇപ്പോൾ ഉള്ള സാധാ ഡ്രോൺസിനൊക്കെ നമുക്ക് മറ്റേ റിട്ടേൺ ടു ഹോം ഉണ്ടല്ലോ, എന്തെങ്കിലും ഇഷ്യൂ പറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റിട്ടേൺ വന്നോളും. നാലാമത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, ഇത് കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ സാധാരണ ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു പരിപാടി, ആ ഒരു പരിപാടിയിലാണ് ഇത് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്ന് എനിക്കറിയത്തില്ല. കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നോർമലി ഭയങ്കര ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഇപ്പൊ നോർമൽ ഒരു ബേസിക് ആയിട്ട് വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ന്യൂ കമർ ഡ്രോൺ യൂസറിനും ഭയങ്കര ഈസി ആയിട്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഗെയിം കളിക്കത്തില്ലേ, ആ ഒരു പരിപാടിയിൽ നമുക്ക് ഈ സാധനം ഫുള്ള് ഫ്ലൈ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ആകെയുള്ളൊരു കൺഫ്യൂസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ വിഷ്വൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, മീൻസ് കണ്ടാണല്ലോ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു ഗോഗിൾസ് അവർ തന്നിട്ടുള്ളത്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം അതിലുള്ളത്. അത് കൂടാഞ്ഞിട്ട് ഈ ഗോഗിൾസിന്റെ പുറത്ത് ഒരു ചെറിയൊരു സ്ക്രീനും ഉണ്ടാവും. ലൈക്ക് ഓൾറെഡി നമുക്ക് അതിൽ വ്യൂ ചെയ്ത് നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ അതിന് ചെറിയ റൈറ്റ് സൈഡ് എന്തോ ആണ് ഒരു ചെറിയൊരു സ്ക്രീനും ഉണ്ട്. അതായത് പുറത്തുള്ള ആൾക്കാർക്ക്, പുറത്ത് ആരാണുള്ളവർക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ നോർമലി ഇപ്പോൾ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും കാര്യങ്ങൾക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവരുടെ റിവ്യൂയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എത്രത്തോളം നമുക്ക് കൺവിൻസിങ് ആണ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം ഈ പ്രൊഡക്റ്റ് പൂർണ്ണമായി അവർ മാർക്കറ്റിൽ റിലീസ് ചെയ്തിട്ടില്ല. ഈ 2025 ജനുവരി ആ റേഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുമെന്നാണ് പറയുന്നത്. എമൗണ്ട് ഓൾമോസ്റ്റ് ഒരു 1,05,000 to 1,10,000 റുപ്പീസ് ഒക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റിന്റെ വില വരുന്നത്. കാരണം മിനി സീരീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടല്ലോ, ഒരു പ്രൈസ് ഒക്കെ, ആ പ്രൈസ് തന്നെയാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് അതിൽ വലിയ ഇതൊന്നുമില്ല. അത് ഓക്കെയാണ്. നമുക്ക് 8K360 എടുക്കാൻ പറ്റുന്ന ഭയങ്കര രീതിയിൽ അഡ്വാൻറ്റേജ് ഉള്ളതാണ്. പക്ഷെ എവിടെയാണ് ആൾക്കാർ പറയാത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,